നമസ്കാരം, സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. അട്ടപ്പാടി അഗളിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. ആനകൾ തമ്പടിച്ചത് കണ്ടിയൂരിലെ ജനവാസ മേഖലയിൽ. കോതമംഗലം നീണ്ടപാറയിൽ കാട്ടാന ശല്യത്തിനെതിരെ നാട്ടുകാരുടെ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധം. മട വീണ് വെള്ളമിറങ്ങും മുമ്പ് ക്യാമ്പുകൾ പിരിച്ചുവിട്ടു. കൈനകരി തെക്ക് വില്ലേജിലെ 55 കുടുംബങ്ങൾ ദുരിതത്തിൽ. സർക്കാരിൽ നിന്നുള്ള ഭക്ഷ്യധാന്യങ്ങൾ ലഭിച്ചില്ലെന്നും പരാതി. കാലവർഷമെത്തിയാൽ ദുരിതക്കയം താണ്ടണം. പാലക്കാട് തിരുവേഗപ്പുറ ചെക്ക് പോസ്റ്റ് മലമൽ റോഡിൽ വെള്ളക്കെട്ടിന് പരിഹാരമായില്ല. 1/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ദുരിതം. തിരുവല്ല പെരുന്തുരുത്തിയിൽ കാർ വാഷിംഗ് സെന്ററിൽ തീപിടുത്തം. ജീപ്പുകളും കാറുകളും കത്തിനശിച്ചു. 60 ലക്ഷം രൂപയുടെ നഷ്ടമെന്ന് നിഗമനം. റോഡ് നിർമ്മാണത്തിൽ അഴിമതി ആരോപണം. പട്ടാമ്പിയിൽ 2 കോടി ചെലവഴിച്ച് നിർമ്മിച്ച ഗ്രാമീണ പാത 2 മാസത്തിനകം തകർന്നു. അപകട സാഹചര്യമെന്ന് നാട്ടുകാർ. മുന്നറിയിപ്പ് നൽകുന്നത് ടാർ വീപ്പകൾ വെച്ചും കയർ കെട്ടിയും. വിശദമായി നോക്കാം. പാലക്കാട് അട്ടപ്പാടി അഗളിയെ ഭീതിയിലാക്കി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. നിരവധി വീടുകളുള്ള കണ്ടിയൂരിലാണ് ആനകളെത്തിയത്. സ്ഥലത്തെത്തിയ RRT സംഘം കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റാൻ ദൗത്യം തുടങ്ങി. കോതമംഗലം കവളങ്ങാട് പഞ്ചായത്തിലെ 10ാം വാർഡായ നീണ്ടപാറയിൽ ജനവാസ മേഖലകളിൽ തുടർച്ചയായി കാട്ടാനകളെത്തി കൃഷി നശിപ്പിക്കുന്നതിനെതിരെ നാട്ടുകാർ നഗരംപാറ ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. 3 ദിവസമായി നീണ്ടപാറ ഡബിൾ കുരിശ് ഭാഗത്ത് വളരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാട്ടാനകൾ. കഴിഞ്ഞ രാത്രി ആ ഭാഗത്ത് ഇറങ്ങിയ ആന രാവിലെ തിരിച്ച് മെയിൻ റോഡിലൂടെയാണ് പോയത്. ആ സമയം ഇതുവഴി പോയ ജെയിംസ്, മേരി എന്നീ 2 പേർ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. RRT ടീം എത്തുമെന്നും ആനയെ ഓടിക്കുന്നതുവരെ ടീം സ്ഥലത്ത് തുടരുമെന്നും അറിയിച്ചതിനെ തുടർന്നാണ് സമരം പിന്നീട് അവസാനിപ്പിച്ചത്. മട വീണ് വെള്ളത്തിലായ കുട്ടനാട് പരുത്തിവളവ് പാടശേഖരത്തിന് ചുറ്റും കഴിയുന്ന ആളുകൾ വലിയ ദുരിതത്തിലാണ്. വെള്ളമിറങ്ങും മുൻപ് ക്യാമ്പുകൾ പിരിച്ചുവിട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം. ദുരിതബാധിത പ്രദേശങ്ങളിൽ സർക്കാർ വക ലഭിക്കേണ്ട ഭക്ഷ്യധാന്യങ്ങൾ പോലും ലഭിക്കുന്നില്ല. കൈനകരി തെക്ക് വില്ലേജിലെ 55 കുടുംബങ്ങളാണ് ദുരിതത്തിൽ കഴിയുന്നത്. ഏക്കർ വരുന്നതാണ് പരുത്തിവളവ് പാടശേഖരം. കഴിഞ്ഞ 29-ന് മടവീഴ്ചയുണ്ടായി. പ്രദേശത്തെ വീടുകളിൽ മുഴുവൻ വെള്ളം കയറി. അന്നു കയറിയ വെള്ളം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പല കുടുംബങ്ങളും ബന്ധുവീടുകളിലേക്കും സുഹൃത്തുക്കളുടെ വീടുകളിലേക്കും താമസം മാറി. പലരും വീടിന്റെ 2ാം നിലയിൽ അഭയം തേടി. പോകാൻ ബന്ധുവീടുകളോ കയറാൻ 2ാം നിലയോ ഇല്ലാത്തവർ വെള്ളത്തിലും വള്ളത്തിലുമായി ജീവിച്ചു. ഇത് ഞങ്ങളുടെ നടവഴിയാണ്. ഇവിടെ കൂടെയാണ് സ്കൂളിൽ പോകുന്നത്. അപ്പം ആദ്യത്തെ ഒരാഴ്ച മാത്രമേ പഠിത്തമുള്ളായിരുന്നു. ഇതുവരെ ഇപ്പം കുട്ടികൾക്കൊന്നും ഒരു ക്ലാസ്സിൽ പഠിത്തത്തില്ല. ക്ലാസ് റൂം വരെ വെള്ളം കയറി കിടക്കുകയാണ്. ഇവിടെ ഈ വഴി കൂടെയാണ് മിക്ക പിള്ളേരും പോകുന്നത്. കഴുത്തറ്റ വെള്ളമാണ് ഇവിടെ ഉള്ളത്. ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചെങ്കിലും ചിലയിടങ്ങളിൽ വെള്ളം ഇറങ്ങിയപ്പോഴേക്കും മുഴുവൻ ക്യാമ്പുകളും ഒരുമിച്ച് പിരിച്ചുവിട്ടു. ഇതോടെ വെള്ളമിറങ്ങാത്ത കൈനകരി തെക്ക് വില്ലേജിലെ ആളുകൾ പ്രതിസന്ധിയിലായി. എത്ര നാൾ കെട്ടിക്കിടക്കുന്ന വെള്ളം. അതുകൊണ്ട് തന്നെ ഫുള്ള് സ്കിന്നിൽ അലർജിയും കാല് മൊത്തം പൊട്ടിയിരിക്കുകയാണ്. എല്ലാ ഇഴജന്തുക്കളും എല്ലാം ഉണ്ട്. ജോലിക്ക് പോകാനുള്ളൊരു വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം. ഇത് നടവഴിയായിരുന്നു. ഈ നടവഴിയിൽ കൂടെയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോകുന്നത്. അസുഖം വന്നാൽ ഞങ്ങൾക്ക് പോകാൻ വള്ളങ്ങളെ ആശ്രയിക്കണം, അല്ലെങ്കിൽ ചെറു ബോട്ടുകളെ ആശ്രയിക്കണം. വാർഡിലാണ് ഞാനിപ്പോൾ പൊക്കമുള്ള സ്ഥലത്താണ് കയറി നിൽക്കുന്നത്. ഇവിടുത്തെ അവസ്ഥയെന്ന് വെച്ചാൽ സർക്കാർ അനുവദിച്ച ഭക്ഷ്യധാന്യങ്ങൾ ഞങ്ങൾക്ക് ഇതൊക്കെ മുമ്പേ കുറച്ച് ദിവസത്തേക്ക് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഭക്ഷ്യധാന്യങ്ങൾ 10 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഇല്ലാതാക്കി. വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. പിള്ളേരെയൊക്കെ ആണെങ്കിലും കരക്കെത്തിക്കാനാണെങ്കിൽ നീന്തി ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട്. സ്കൂളില്ല,
സ്കൂളിലുണ്ടായിരുന്ന സമയത്ത് ഇതേപോലെ തന്നെ നീന്തിയാണ് പിള്ളേരെ കരക്കെത്തിച്ച് ഡ്രസ്സ് മാറ്റിയൊക്കെയാണ് സ്കൂളിൽ വരുമാന മാർഗം ഇവിടെയുള്ള കൃഷിയിൽ നിന്നാണ് എല്ലാവർക്കും. ഇവിടെയുള്ളവരെല്ലാവരും ആശ്രയിക്കുന്ന കൃഷിയാണ്. ഇവിടെ വെള്ളമിറങ്ങണമെങ്കിൽ ഇനിയും ഏറെ ദിവസങ്ങളെടുക്കും പ്രദേശവാസികളുടെ ദുരിതം അവസാനിക്കാനും. ന്യൂസ് 18 ആലപ്പുഴ. കാലവർഷമായാൽ കഷ്ടപ്പാടിന്റെ കഥകളാണ് പാലക്കാട് തിരുവേഗപ്പുറ ചെക്ക് പോസ്റ്റ് മലമൽ റോഡ് നിവാസികൾക്ക് പറയാനുള്ളത്. മഴ പെയ്താൽ പ്രദേശത്തെ 75ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ട് താണ്ടി വേണം സഞ്ചരിക്കാൻ. 1/4 നൂറ്റാണ്ടായി ഇവിടുത്തെ ജനങ്ങൾ ഈ ദുരവസ്ഥ നേരിടുകയാണ്. മാനം കറുത്താൽ പാലക്കാട് തിരുവേഗപ്പുറ മലമൽ റോഡ് നിവാസികൾക്ക് പേടിയും ആധിയുമാണ്. മഴ കനത്താൽ ചുറ്റുമുണ്ടാകുന്ന വെള്ളക്കെട്ട് കടന്നു വേണം പുറം ലോകത്തെത്താൻ. 25 വർഷമായി പ്രദേശത്തെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ് ഇത്. കനത്ത മഴ പെയ്താൽ റോഡിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ട് ദിവസങ്ങളോളം നിൽക്കും. മുട്ടറ്റമുള്ള വെള്ളക്കെട്ട് താണ്ടി വേണം ജനങ്ങൾക്ക് പ്രധാന പാതയിലെത്താൻ. പ്രദേശത്തെ 75ഓളം കുടുംബങ്ങൾ എല്ലാ വർഷക്കാലവും അനുഭവിക്കുന്ന ദുരിതമാണ് ഇത്. ജോലിക്ക് പോണവർ, വയസ്സായ ആൾക്കാർ, കുട്ടികൾ മദ്രസയിൽ പോണത്, സ്കൂളിൽ പോണ കുഞ്ഞുങ്ങൾ, ജോലിക്ക് പോണ ആൾക്കാർ എന്ന ഈ യാത്രയിൽ എല്ലാ ആൾക്കാർക്കും വയസ്സായ ആൾക്കാർ കൂടുതലുണ്ട് ഈ വഴിക്ക്. അപ്പം ഞങ്ങൾക്കിത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും നേരായി തരിക. ഒരു വണ്ടി വിളിച്ചാൽ വരണില്ല. അപ്പോൾ ഇത് ഞങ്ങൾക്ക് എന്താണെങ്കിലും ശരിയാക്കി തരണം. കെട്ടിനിൽക്കുന്ന വെള്ളത്തിലൂടെ നിരന്തരം സഞ്ചരിച്ച് കാലിൽ ചൊറിച്ചിലടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. അവിടെ നടക്കാൻ കഴിയുന്നില്ലേ, കാലൊക്കെ ആകെ ചീഞ്ഞായിട്ട് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാവലുണ്ട്. വെള്ളക്കെട്ട് കാരണം ഒരു വാഹനവും ഈ വഴിക്ക് വരില്ല. സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരും ദുരിതത്തിലാണ്. വെള്ളക്കെട്ടിൽ പാമ്പ് ഉൾപ്പെടെയുള്ളവയുടെ ഭീഷണിയുള്ളതായും നാട്ടുകാർ പറയുന്നു. കേടുപാടുകൾ സംഭവിക്കുന്നതിനാലും ഉള്ളിൽ വെള്ളം കയറുന്നതിനാലും ഓട്ടോറിക്ഷകളും ഇവിടേക്ക് വരാൻ മടിക്കുകയാണ്. പ്രായമുള്ള ആൾക്കാർ ഈ റോഡിൻ്റെ അകത്ത് ആ തല വരണ്ട് 80 വയസ്സ്, 85 വയസ്സ്, 90 വയസ്സ് ഉള്ള ആൾക്കാർ, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്. വണ്ടി പിടിച്ചിട്ട് പോരാൻ നിവൃത്തിയില്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ല. എല്ലാവരും കൂടി വലിയ വിഷമത്തിലാണ്. തിരുവേഗപ്പുറ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ളവരെ പരാതി അറിയിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചതല്ലാതെ യാതൊരു നടപടിയും എടുത്തില്ലെന്ന് ആക്ഷേപമുണ്ട്. പ്രദേശത്തെ അഴുക്കുചാലുകളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. വർഷങ്ങളായി ജനങ്ങൾ നേരിടുന്ന ദുരിതത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 പട്ടാമ്പി. കോഴിക്കോട് തോട്ടുമുക്കം പനമ്പിലാവ് പാലത്തിന്റെ അപകടാവസ്ഥ നീക്കണമെന്ന ആവശ്യം. കൈവരികൾ പോലുമില്ലാത്ത പാലം അടിയന്തരമായി പുതുക്കി പണിയണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. 35 വർഷം പഴക്കമുണ്ട് തോട്ടുമുക്കം പനമ്പിലാവ് പാലത്തിന്. കൈവരികൾ തകർന്നിട്ട് കാലമേറെയായി. ഒരു സുരക്ഷയുമില്ല. പഴക്കം ചെന്ന പാലത്തിന് ബലക്ഷയമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പാലം അടിയന്തരമായി പുതുക്കി പണിയണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ ദിവസം കാർ നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് വീണിരുന്നു. ഇതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത്. പാലത്തിന്റെ അവസ്ഥ നിലവിൽ വളരെ അപകടമായ രീതിയിൽ കൈവരി ഒന്നും ഇല്ലാത്തൊരു പാലമാണ്. ബൈക്കുകാർ ഇതിനു മുമ്പ് ഇതുപോലെ പുഴയിൽ വീണിട്ടുണ്ട്. പല അപകടങ്ങളും ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല രീതിയിലും അപേക്ഷകളായിട്ടും നിവേദനങ്ങളായിട്ടും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ നിരന്തരമായിട്ട് MLA-നോട് ഈ ഒരു കാര്യം ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപും പാലത്തിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഭാരമേറിയ വാഹനങ്ങളും കക്കാടംപൊയിൽ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ഇതുവഴിയാണ് കടന്നുപോകുന്നത്. പൊതുമരാമത്ത് വകുപ്പിനോട് പാലം പുതുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ താൽക്കാലികമായി കൈവരി സ്ഥാപിച്ചുവെങ്കിലും ആദ്യത്തെ പ്രളയത്തിൽ തന്നെ കൈവരികളിൽ ഒന്ന് തകർന്നു. ട്രൈബലിന്റെ ഭാഗമായിട്ട് 34 കൊല്ലം മുമ്പ് ഇവിടെ കൈവരി ഇല്ലാതെ ഒരു നടപ്പാലമായിരുന്നു. നടപ്പാലം ഒരു ശകലം വീതി കൂട്ടി ഒരു വലിയ വണ്ടി പോകത്തക്ക രീതിയിലാണ് അന്ന് ഇവിടെ ഉണ്ടാക്കി വെച്ചത്. പക്ഷേ ഇന്നിപ്പോൾ കാലഘട്ടം മാറി, പാലത്തിന് ബലക്ഷയമുണ്ട്. നമ്മളൊരു 2 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സാറിന് നമ്മൾ നിവേദനം കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ പല ആളുകളും നിവേദനം കൊടുത്തിരുന്നു. പക്ഷേ ഇതുവരെ നമുക്ക് അത് കഴിഞ്ഞ് ഊരാളുങ്കൽ സൊസൈറ്റി ഇതിനുവേണ്ടി പഠനം നടത്തിയിരുന്നു. ബാക്കി കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് നാട്ടിൽ ഒരു പാലമാണ് നിർബന്ധം. കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപ് പാലം പുതുക്കി പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കോഴിക്കോട്. 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 2 കിലോമീറ്റർ ഗ്രാമീണ പാത 2 മാസത്തിനകം തകർന്നു.
പട്ടാമ്പിയിൽ നിന്ന് കൊടുമുണ്ട തീരദേശം വഴി പള്ളിപ്പുറത്തേക്കുള്ള പാതയാണ് ഇടിഞ്ഞു താഴ്ന്നത്. റോഡ് നിർമ്മാണ സമയത്ത് അശാസ്ത്രീയ പ്രവൃത്തിയാണെന്നതിനൊപ്പം കടുത്ത അഴിമതി ആരോപണവും ഉയർന്നിരുന്നു. കനത്ത മഴയിൽ റോഡ് ഏത് സമയവും പൂർണ്ണമായും തകരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ. തീരദേശ റോഡ് വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് കൊടുമുണ്ട തീരദേശം വഴി പാലത്തറയിലേക്കുള്ള റോഡ് നവീകരിച്ചത്. ഇതിനായി 2 കോടി രൂപ ചെലവഴിച്ചു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 2 മാസമായപ്പോഴേക്കും റോഡ് ഇടിഞ്ഞു താഴ്ന്നു. പടിഞ്ഞാറെ കൊടുമുണ്ട ആശാരിപ്പടി ഭാഗത്താണ് റോഡിന്റെ ഒരു ഭാഗം മീറ്ററുകളോളം ഇടിഞ്ഞു താഴ്ന്നത്. നിലവിൽ വാഹനങ്ങൾ പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഒരു വരിയായാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. കനത്ത മഴയുടെ സാഹചര്യത്തിൽ ഏത് സമയവും റോഡ് പൂർണ്ണമായും താഴ്ചയിലേക്ക് ഇടിഞ്ഞു പോകാം. ഇതുകൊണ്ട് തന്നെ ഏറെ ഭീതിയോടെയാണ് ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതിലൂടെ കടന്നുപോകുന്നത്. വാഹനങ്ങൾ പോകുമ്പോൾ റോഡ് ഇടിയുന്ന സാഹചര്യമുണ്ടായാൽ അത് വലിയ ദുരന്തത്തിന് വഴിവെക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ടാർ വീപ്പകൾ വെച്ചും കയർ കെട്ടിയുമൊക്കെയാണ് അപായ മുന്നറിയിപ്പ് നൽകുന്നത്. ഇപ്പോൾ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂരിയാട് ഭാഗത്തുണ്ടായിട്ടുള്ള വിള്ളലിനോടനുബന്ധിച്ചുള്ള അതേമാതിരിയുള്ള ഒരു വിള്ളലാണ് ഇപ്പോൾ ഞങ്ങളുടെ ഇതിൽ കാണുന്നത്. കാരണം ഇത് വീണ്ടും താഴത്തേക്ക് വീഴാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതിന് സാമ്പത്തികമായിട്ട് ഗവൺമെൻറ്റിന് ഇനി ഇതിൻ്റെ മുകളിൽ കാശ് ചെലവാക്കേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അതിന് വ്യക്തമായ ഒരു നടപടി ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാവണം. നിലവിൽ റോഡിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മഴയിൽ വിള്ളലിലൂടെ വെള്ളമിറങ്ങി തകർച്ച രൂക്ഷമാകാനും സാധ്യതയുണ്ട്. റോഡ് നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ അശാസ്ത്രീയമെന്നും അഴിമതിയെന്നും ആരോപണമുയർന്നിരുന്നു. റോഡ് നിർമ്മാണത്തിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും കരാറുകാരന് ബിൽ അനുവദിക്കരുതെന്നും ചൂണ്ടിക്കാട്ടി ഫെബ്രുവരി 26-ന് ചീഫ് എഞ്ചിനീയർക്ക് പരാതി നൽകിയിരുന്നു. സാങ്കേതിക അനുമതിയിൽ നിർദ്ദേശിക്കപ്പെട്ട പണികളിൽ പകുതിയും ചെയ്തിട്ടില്ലെന്ന് ധനകാര്യ വകുപ്പ് ചീഫ് ടെക്നിക്കൽ എക്സാമിനർ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇതെല്ലാം അവഗണിച്ച് കരാറുകാരന് ബിൽ തുക നൽകിയെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. റോഡിന്റെ ഉദ്ഘാടന വേളയിൽ എഞ്ചിനീയറെ തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷ് ആദരിക്കുകയും ചെയ്തു. ഈ റോഡാണ് ഉദ്ഘാടനം കഴിഞ്ഞ് 2 മാസം കൊണ്ട് യാത്രയ്ക്ക് യോഗ്യമല്ലാത്ത രീതിയിൽ തകർന്നത്. ന്യൂസ് 18 പട്ടാമ്പി. പത്തനംതിട്ട തിരുവല്ല പെരുന്തുരുത്തിയിൽ കാർ വാഷിംഗ് സെന്ററിൽ തീപിടുത്തം. 2 ജീപ്പുകളും 2 കാറുകളും കത്തി നശിച്ചു. പുലർച്ചെ 2 മണിക്കാണ് തീപിടുത്തമുണ്ടായത്. തിരുവല്ല, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 60 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. പാലക്കാട് ഒറ്റപ്പാലം കാറ്റാടിപ്പടിയിൽ സ്വകാര്യ ബസും ട്രാവലറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. ബസ് യാത്രക്കാരായ 5 പേർക്ക് പരിക്കേറ്റു. ഒറ്റപ്പാലത്ത് നിന്നും പാവുക്കുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ എതിരെ വന്ന ട്രാവലർ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരത്ത് KSEB യാർഡിൽ സൂക്ഷിച്ചിരുന്ന അലൂമിനിയം കമ്പികൾ മോഷ്ടിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. ഉഴമലയ്ക്കൽ KSEB സെക്ഷനിലെ യാർഡിൽ സൂക്ഷിച്ചിരുന്ന കമ്പികൾ കവർന്ന ആര്യനാട് പള്ളിവേട്ട കൈതൻകുന്ന് വെട്ടയിൽ വീട്ടിൽ മൈദീൻ സലീം, ആനാട് മണ്ണൂർക്കോണം ഹരി എന്നിവരാണ് പിടിയിലായത്. 100 കിലോയോളം തൂക്കം വരുന്ന അലൂമിനിയം ലൈൻ കമ്പികളാണ് പ്രതികൾ കവർന്നത്. മാർച്ച് 11-ാം തീയതിയായിരുന്നു മോഷണം. നിരവധി മോഷണ കേസുകളിലെ പ്രതികളാണ് ഇവർ. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 100 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ആവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനാണ് തുക ലഭ്യമാക്കുന്നത്. ഈ വർഷം ബജറ്റിൽ സപ്ലൈകോയ്ക്ക് 250 കോടി രൂപ നീക്കിവെച്ചിരുന്നു. ഇപ്പോൾ തുക അനുവദിച്ചതിലൂടെ ഓണക്കാലത്തേക്ക് അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ സംഭരണം മുൻകൂട്ടി ഉറപ്പാക്കാൻ കഴിയുമെന്നും മന്ത്രി അറിയിച്ചു. കോതമംഗലം വിശപ്പ് രഹിത ആശുപത്രി പദ്ധതി 1 വർഷം പൂർത്തിയാകുന്നു. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ വാർഷിക പരിപാടികൾ നടന്നു. കഴിഞ്ഞ 1 വർഷം പദ്ധതിയിലൂടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി 70,000-ൽ പരം പ്ലേറ്റ് ഭക്ഷണമാണ് വിതരണം ചെയ്തത്. 2024 ജൂൺ മുതലാണ് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ ഭക്ഷണം നൽകി വരുന്ന വിശപ്പ് രഹിത ആശുപത്രി പദ്ധതിക്ക് തുടക്കമായത്. നിരവധി സ്ഥാപനങ്ങളും വ്യക്തികളും സഹായഹസ്തവുമായി രംഗത്ത് വന്നതോടെ പദ്ധതി മുടക്കമില്ലാതെ നടന്നു. കഴിഞ്ഞ 1 വർഷം പദ്ധതിയിലൂടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി 70,000-ൽ പരം പ്ലേറ്റ് ഭക്ഷണമാണ് വിതരണം ചെയ്തത്. പദ്ധതിക്കായി നിരവധി ആളുകളുടെ സഹായമുണ്ടെന്നും വരും വർഷങ്ങളിലും പദ്ധതി തുടരുമെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ പറഞ്ഞു. കഴിഞ്ഞ 1 വർഷം ഏകദേശം
70,000-ൽ പരം പ്ലേറ്റ് ഭക്ഷണമാണ് സൗജന്യമായി നമ്മൾ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കൊടുത്തിട്ടുള്ളത്. ഇതിന് ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട്. ഒരുപാട് സംഘടനകൾ, വ്യക്തികൾ, സ്കൂളുകളെല്ലാം കേരളത്തിലും വിദേശത്തിലുമുള്ള ഒരുപാട് സംഘടനകളും വ്യക്തികളും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇനി അടുത്ത വർഷം ഇത് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിക്കാനും ഈ ആളുകൾക്ക് ഇത്രത്തോളം സഹായിക്കാൻ കഴിഞ്ഞതിൽ നമുക്കെല്ലാം വളരെയധികം സന്തോഷമുണ്ട്. ആശുപത്രി ഹാളിൽ നടന്ന 1ാം വാർഷികാഘോഷം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ കലക്ടർ NSK ഉമേഷ് IAS മുഖ്യപ്രഭാഷണം നടത്തി. പദ്ധതിയിൽ പങ്കാളികളായ സ്കൂൾ കുട്ടികളിൽ നിന്നും സമാഹരിച്ച തുക അവരിൽ നിന്നും ഏറ്റുവാങ്ങുകയും ചെയ്തു. അഭിനേത്രിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ സീമാജി നായർ പദ്ധതിയിൽ പങ്കാളികളായ വിദ്യാർത്ഥികളെയും സ്ഥാപനങ്ങളെയും വ്യക്തികളെയും പുരസ്കാരം നൽകി ആദരിച്ചു. വിശപ്പുരഹിത ആശുപത്രി പദ്ധതി സംസ്ഥാനത്തെ മറ്റ് ആശുപത്രികൾക്കും മാതൃകയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖർ പറഞ്ഞു. ന്യൂസ് 18 കോതമംഗലം. അട്ടപ്പാടിയിൽ നിന്ന് 100 കത്തുകൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള യാത്രയിലാണിപ്പോൾ. കാരറ ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ പോസ്റ്റ് കാർഡിൽ 100 കത്തുകൾ തയ്യാറാക്കി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വായനാ വാരമാണ് കുട്ടികളെ ഈ ആശയത്തിന് പ്രേരിപ്പിച്ചത്. സ്വന്തം അമ്മമാർക്ക് കത്തെഴുതാമെന്നായിരുന്നു ആദ്യ തീരുമാനം. പിന്നീട് ചിന്തകൾ വളർന്നു. അട്ടപ്പാടിക്ക് പുറത്തേക്കും ചിന്തിച്ചു. സാഹിത്യകാരന്മാർ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ, വിവിധ വകുപ്പ് തലവന്മാർ, MLAമാർ, MP മാർ മുതൽ മുഴുവൻ മന്ത്രിമാർക്കുമുള്ള കത്തുകളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഓരോ കത്തുകളിലും ഓരോ വിഷയമാണ്. ഉച്ചഭക്ഷണ മെനു പരിഷ്കരിച്ചതിന്റെ സന്തോഷമാണ് ആരോഗ്യമന്ത്രിക്കുള്ള കത്തിൽ. മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിക്കുന്ന കത്തും കൂട്ടത്തിലുണ്ട്. സൗജന്യ യാത്രാ പദ്ധതിയായ വിദ്യാവാഹിനിയെക്കുറിച്ചെഴുതിയ ഗതാഗത മന്ത്രിക്കുള്ള കത്തിൽ അട്ടപ്പാടി ചുരം റോഡ് സൂപ്പറാക്കി തരുമോ എന്ന അഭ്യർത്ഥനയുമുണ്ട്. സിനിമാ നടൻ കൂടിയായ ഗതാഗത മന്ത്രിയെ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. സ്കൂളിന് ബസ് സമ്മാനിച്ച MP ശ്രീകണ്ഠനും ഡിജിറ്റൽ ക്ലാസ് മുറികൾ ഒരുക്കിയ MLA അഡ്വക്കേറ്റ് ഷംസുദ്ദീനും കാരറ സ്കൂളിന്റെ സ്നേഹം പകരുന്ന കത്തുകളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു റെസ്പോൺസ് നമുക്ക് കിട്ടിയത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല വിഷയങ്ങളും നമുക്ക് കത്തുനിന്ന് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യം ജീവിതപാഠം പദ്ധതിയെ കുറിച്ച് നന്നായി തന്നെ കുട്ടികൾ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഇപ്രാവശ്യം മെനു പരിഷ്കരിച്ചത് വരെ കുട്ടികൾ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി വരെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്തുകൾ വരെ നമുക്ക് കാണാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും അഭിമാനമാണ് നമ്മുടെ കുട്ടികളെ കുറിച്ച് തോന്നിയത്. അതിര് ഭേദിക്കുന്ന കത്തുകൾ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വരെയുണ്ട്. ഈ 100 കത്തുകൾ എല്ലാം മേൽവിലാസക്കാരന് കിട്ടുമോ, ഏതിനൊക്കെയാവും മറുപടി കിട്ടുക എന്ന് തുടങ്ങി 100 സംശയങ്ങളുമായി കാത്തിരിക്കുകയാണ് കാരറയിലെ മിടുക്കന്മാരും മിടുക്കികളും. ന്യൂസ് 18 അട്ടപ്പാടി. മൊബൈൽ ഫോണിൽ മാത്രമാണ് പുതിയ തലമുറയ്ക്ക് ശ്രദ്ധയെന്ന പരാതികൾക്കിടയിലും മാതൃകയാക്കാവുന്ന മികവുമായി ഒരു വിദ്യാർത്ഥി കൊച്ചിയിലുണ്ട്. 3ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ചികിത്സയ്ക്ക് സ്ക്രാപ്പ് ചലഞ്ച് നടത്തി ബീരാൻ M ഹസ്രത്ത് എന്ന 9ാം ക്ലാസ്സുകാരൻ സമാഹരിച്ചത് 75,000 രൂപയാണ്. നോർത്ത് ഇടപ്പള്ളി ഗവൺമെന്റ് VHSS ആൻഡ് HSSലെ വിദ്യാർത്ഥിയാണ് ബീരാൻ. ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത കുഞ്ഞനുജത്തിയുടെ അസുഖ വിവരം അറിഞ്ഞപ്പോൾ മുതൽ എന്തു ചെയ്യാൻ കഴിയുമെന്ന ചിന്തയായിരുന്നു ബീരാന്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നേരത്തെയും തൻ്റെ പിതാവിനൊപ്പം സജീവമായിരുന്ന ബീരാൻ വീട്ടുകാരുടെ കൂടി സമ്മതത്തോടെ പാഴ്വസ്തുക്കൾ ശേഖരിക്കാൻ തുടങ്ങി. വലിയ പ്രോത്സാഹനവും സഹകരണവുമാണ് ചുറ്റുപാടുകളിൽ നിന്ന് തനിക്ക് ലഭിച്ചതെന്ന് ബീരാൻ പറയുന്നു. എല്ലാവരും നല്ല സഹകരിച്ചായിരുന്നു ഇത്രയും പൈസ കിട്ടിയത്. പല ആൾക്കാർ സ്ക്രാപ്പില്ലാത്തതുകൊണ്ട് അവർ നമുക്ക് പൈസ ഇട്ട് തന്നു. അവരുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് അവർ അത്യാവശ്യം നല്ല എമൗണ്ടൊക്കെ ആയിട്ട് അവർ അത്യാവശ്യം എല്ലാവരും തന്നു. സ്ക്രാപ്പില്ലാത്തവരായാലും വീടിൻ്റെ അടുത്തുള്ളവരായാലും പരിചയക്കാരായാലും ബന്ധുക്കളായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇത്രയൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല. അമ്മ ഒരു ചെറിയൊരു എമൗണ്ടാണെങ്കിലും കൊച്ചിന് കൊടുക്കാന്നുള്ള രീതിയിലായിരുന്നു. ഇത്രയും കിട്ടുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷ ഉണ്ടായില്ല. ബീരാനൊപ്പം സ്കൂളിലെ മറ്റു കുട്ടികളും സ്ക്രാപ്പ് ചാലഞ്ചിന്റെ ഭാഗമായി. കുട്ടികൾക്ക് പ്രോത്സാഹനവുമായി അധ്യാപകരും ഒപ്പം കൂടി. ഈ സ്ക്രാപ്പ് ചലഞ്ച് ഞങ്ങളുടെ പ്രതീക്ഷ തകർത്തു. അതായത് 3.25 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇതുവഴി സമാഹരിക്കാൻ പറ്റി. അതിലേറ്റവും ശ്രദ്ധേയമായത് ഒരൊറ്റ കുട്ടി, ബീരാൻ എന്ന് പറയുന്ന ഞങ്ങളുടെ അഭിമാനമായി മാറിയ കുട്ടി 75,500 രൂപയാണ് കളക്ട് ചെയ്തത്. അത് കുട്ടികൾക്ക് ഇപ്പോൾ പലവിധ ലഹരികളെ കൊണ്ട് എന്ത് ചെയ്യുക, കുട്ടികളെ സംബന്ധിച്ച് ആക്ഷേപിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവകാരുണ്യം ഒരു ലഹരിയായി കണ്ടുകൊണ്ട് കുട്ടികൾക്കൊരു മാതൃകയാക്കാൻ, എന്തൊക്കെയാക്കാം കുട്ടികളുടെ ലഹരി എന്നതിന് നല്ലൊരു സന്ദേശമാണ് എന്ത് ചെയ്യുക ബീരാൻ നൽകിയത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ബീരാനെ സംബന്ധിച്ച് വളരെ
പഠനവും ഇതും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നൊരു കുട്ടിയാണ് ബീരാൻ. നമ്മളെ സ്കൂളിലൊരു പ്രത്യേകത ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെടുക്കുക എന്നതാണ്. മറ്റൊരു കുട്ടിയുടെ ചികിത്സയ്ക്ക് കൂടി ബീരാൻ സമാഹരിച്ച പണം ഉപയോഗിച്ചിട്ടുണ്ട്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സ്കൂളിൻ്റെ ഭാഗമായും നടത്തുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയിലേക്ക് വിദ്യാർത്ഥികളും എത്തുന്നതിൻ്റെ സന്തോഷമാണ് അധ്യാപകരിൽ. ന്യൂസ് 18 കൊച്ചി. വിനോദയാത്രയ്ക്കിടെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് യഥാസമയം ചികിത്സ ലഭിക്കാത്തതിനാൽ വൈകല്യം സംഭവിച്ചേക്കാമെന്ന സ്ഥിതിയിലാണ്. ഫെബ്രുവരിയിൽ ഉണ്ടായ അപകടത്തെ തുടർന്ന് കൊല്ലം മുഖത്തല NSS UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി ആരോമൽ ഇപ്പോഴും രോഗശയ്യയിലാണ്. മുറിവിൽ പഴുപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് ശിശുക്ഷേമ സമിതി സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഫെബ്രുവരി 1 സ്കൂളിൽ നിന്ന് കന്യാകുമാരിക്ക് പോയ വിനോദയാത്രയാണ് കുഞ്ഞു ജീവിതത്തിൽ കണ്ണീരും നൊമ്പരവുമായി മാറിയിരിക്കുന്നത്. യാത്രയിൽ മറ്റൊരു വാഹനമിടിച്ച് ഇടത് കൈമുട്ടിന് ഗുരുതരമായി പരിക്കേറ്റു. വിവരം കുടുംബത്തെ അറിയിക്കുന്നതിലും കൃത്യസമയത്ത് വിദഗ്ധ ചികിത്സ നൽകുന്നതിലും സ്കൂൾ അധികൃതർ വീഴ്ച വരുത്തിയതായി കുടുംബം ആരോപിക്കുന്നു. അതിന് ആരോമലിന് ഒരു അപകടം പറ്റി. ഇതാണ് ചെറിയ മുറിവേ ഉള്ളു, പേടിക്കാന്നുള്ള ചെറിയ സ്റ്റിച്ചിങ് മരുന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരിങ്ങോട്ട് കൊണ്ടുവരുന്നെന്ന് പറഞ്ഞു. എവിടെയാ നമ്മള് പിന്നെ അവര് പറയുന്നത് ഞങ്ങള് പറഞ്ഞ ശേഷം ഞങ്ങള് പറഞ്ഞാണ് മെഡിസിറ്റി കൊണ്ടുവന്നെന്ന് അവര് ആദ്യമേ പറഞ്ഞു നമ്മളോട്. അവരൊന്നും വന്നില്ല. നമ്മള് തന്നെ ചെക്കപ്പിനും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോയി പിന്നെ അവര് വന്നില്ല. അപകടം സംഭവിച്ച് ആദ്യ 4 മണിക്കൂറിനിടെ നടത്തേണ്ട ശസ്ത്രക്രിയയ്ക്ക് കുട്ടിയെ എത്തിച്ചത് 30 മണിക്കൂറിന് ശേഷം. സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ആരോമലിന് വൈകല്യമുണ്ടാക്കുമെന്ന ആശങ്കയും കുടുംബത്തിനുണ്ട്. ലോറിയാണ് ഒതുക്കിയിട്ടുണ്ട്. ആ ലോറിക്കകത്ത് ഈ ബസ് ഞങ്ങൾ ചേർത്ത് പോയി. ലോറിക്കകത്ത് ആ കൂക്കി വന്ന് കൊണ്ട് ഇപ്പൊ ചോര മാംസം എല്ലാം പോയി. അപ്പൊ ടീച്ചർ ആശുപത്രി കേസ് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് വീണ്ടും അതിനകത്ത് ഇവിടെ കൊണ്ടുപോയി. എന്നാൽ അപകടം നടന്ന ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെന്നും വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്ന് പറഞ്ഞതിനെ തുടർന്ന് യാത്ര അവസാനിപ്പിക്കുകയും ആംബുലൻസിൽ കൊല്ലത്തെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ആരോമലിന്റെ കുടുംബത്തിന്റെ അവസ്ഥയും ഏറെ ബുദ്ധിമുട്ടിലാണ്. ഭിന്നശേഷിക്കാരനാണ് അച്ഛൻ മണികണ്ഠൻ. ന്യൂസ് 18 കൊല്ലം. ഇടുക്കി ചിനക്കനാൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. MRPയേക്കാൾ ഉയർന്ന തുകയ്ക്ക് സാധനം വാങ്ങിയതായി ബില്ലുണ്ടാക്കിയെന്നും കണ്ടെത്തി. പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധിക ചുമതല കൂടി വഹിച്ചിരുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി ബിനേഷ് ഖാനെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തത്. പഞ്ചായത്തിലെ വിവിധ പദ്ധതികളിൽ അഴിമതി നടക്കുന്നതായി ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത്. തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് ഗംബൂട്ടും ഫസ്റ്റ് എയ്ഡ് ബോക്സും അനുബന്ധ സാധനങ്ങളും വാങ്ങിയതിൽ വൻ ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത്. ആകെ 8,63,000-ത്തിലധികം രൂപയുടെ സാധനങ്ങൾ ടെൻഡർ വിളിക്കാതെയാണ് വാങ്ങിയത്. തങ്കമണിയിലെ നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയതായി ബില്ലുമുണ്ടാക്കി. എന്നാൽ ഇവിടെ നിന്നും സാധനം വാങ്ങാതെ സ്ഥാപനത്തിന് 15% കമ്മീഷൻ നൽകാമെന്ന വ്യവസ്ഥയിലാണ് ബില്ല് വാങ്ങിയതെന്നും കമ്മീഷൻ കൊടുത്തതായും കണ്ടെത്തി. സാധനത്തിന്റെ MRPയേക്കാൾ കൂടുതൽ വിലയാണ് ബില്ലിൽ കാണിച്ചിരിക്കുന്നത്. ഗംബൂട്ടുകൾ വാങ്ങിയ ഇനത്തിൽ MRPയേക്കാൾ 1,24,500-ഉം ഫസ്റ്റ് എയ്ഡ് ബോക്സ് വാങ്ങിയ ഇനത്തിൽ 74,400 രൂപയും അധികം ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൺസ്ക്രീൻ വാങ്ങിയ ഇനത്തിൽ പോലും 2,300-ലധികം രൂപ തട്ടിയെടുത്തതായാണ് കണ്ടെത്തൽ. മറ്റു പദ്ധതികളിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 1,63,333 രൂപ വീതം വിലയുള്ള 3 ലൈറ്റ് വാങ്ങിയതായി രേഖകളുണ്ടെങ്കിലും ഒരെണ്ണം മാത്രമാണ് വാങ്ങിയത്. തെരുവ് വിളക്ക് പദ്ധതിയിൽ സോളാർ ലൈറ്റുകൾ ഇതുവരെയും സ്ഥാപിച്ചിട്ടില്ല. വയോധികർക്കായുള്ള 111 കട്ടിലുകളും വിതരണം ചെയ്തിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം തൊടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനാ പക്ഷാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. ഉദ്ഘാടനം 5ാം ക്ലാസ് വിദ്യാർത്ഥിനി ഭവിക ലക്ഷ്മി നിർവഹിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികവ് തെളിയിച്ച +2 വിദ്യാർത്ഥി ആദിത്യൻ എസ് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,235 രൂപ, പവന് 73,880 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,600 രൂപ, പവന് 60,800 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ, കിലോഗ്രാമിന് 1,18,000 രൂപ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jewelry. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്താ ബുള്ളറ്റിൻ കാണാം. KP അഭിലാഷ് ചേരും. നമസ്കാരം.